നമുക്കിന്ന് ഓരോ ആൾക്കാരുടെ മെയിൻ ലാംഗ്വേജ് ഒന്ന് നോക്കിയിട്ട് വരാം. ആദ്യം അമ്മയുടെ. ഹലോ പറയടി, ഞാൻ ഇന്നലെ ആബ്സെന്റ് ആയ സമയത്ത് എന്തൊക്കെയാ ഉണ്ടായേ? അവന് കിട്ടിയാ സാറിൻ്റെ ഇന്ന്? എൻ്റെ പൊന്നെ, ഇന്നലെ അപ്പം ഉണ്ടാവണ്ടായിരുന്നില്ലേ ഞാൻ? ചിരിച്ചിരിച്ച് മടുത്തേനെ. അവനത് വേണം, അവന് കുറച്ച് കൂടുതലാ. പ്രത്യേകിച്ച് സാറിൻ്റെ അടുത്ത് കിട്ടണം. എന്തായാലും 2 ദിവസത്തിന് ഒതുങ്ങും, പിന്നെ ഒതുങ്ങത്തില്ല. നാളെയോ ക്യാൻറ്റീനിലോ? പോവാം, പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് ഷെയർ എല്ലാവരും ഇട്ടാണെങ്കിൽ നമുക്ക് പോയിട്ട് ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാം. നമ്മൾ കറക്റ്റ് ഷെയർ തന്നെ ഇടുന്നേ, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു തന്നത് ലക്ഷ്മീനെ കുറിച്ചാ. അവൾ കറക്റ്റ് ഷെയർ ഇടത്തില്ല. അവൾ നമ്മുടെ പൈസയ്ക്ക് ഫുഡ് മേടിച്ച് കഴിക്കുന്നത്. നമുക്കൊന്നും മേടിച്ച് തരത്തില്ല. അതാ ഞാൻ പറഞ്ഞ. എല്ലാവരും കറക്റ്റ് ഷെയർ ഇടുകയാണെങ്കിൽ ഞാനുണ്ട്, അല്ലെങ്കിൽ ഞാനില്ല കേട്ടോ. ഞാൻ ലക്ഷ്മിനെ വിളിച്ച് പറഞ്ഞേക്ക്. പിന്നെ എടി, ഇവിടുത്തെ അന്തരീക്ഷം അത്ര ശരിയല്ല, നമുക്ക് പിന്നെ വിളിക്കാവേ. അമ്മയുടെ മൂഡ് അത്ര ശരിയല്ലല്ലോ. എന്താ അമ്മേ? നീ പെങ്കൊച്ചേ, നീ ഇവിടെ നിന്റെ ഫ്രണ്ടിനെ വിളിച്ചിരിക്കുക. ഞാൻ എത്ര വട്ടം എടുത്ത് പറഞ്ഞു, അവിടെ മഴ ചാറുന്ന കണ്ടോ നീ? ഞാൻ നേരത്തെ എത്ര വട്ടം അടുക്കളയിൽ കിടന്ന് കാറി പറഞ്ഞ് തുണി ഒന്ന് പോയിട്ട് എടുത്ത് വെക്കണമെന്ന്. ഇനിയിപ്പോൾ പോണ്ട, ഞാൻ കൊണ്ടുവന്ന്. ഒരു ഇച്ചിരി ഉത്തരവാദിത്വം ഉണ്ടോ? നിനക്കെന്നല്ല, നിന്റെ അനിയത്തിക്കും ഇല്ല ഉത്തരവാദിത്തം. എടി കൊച്ചെ, ഒന്നും ഇല്ലെങ്കിലും നാളെ മറ്റന്നാ നീ വേറൊരാളുടെ വീട്ടിൽ കയറി ചെല്ലേണ്ട കൊച്ചല്ലേ? അവിടെ കിടന്ന് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിന്ന് അവർ ഈ വീട്ടിൽ കൊണ്ടാക്കും നിന്നെ. ഞാൻ സഹിക്കുന്ന പോലെ അവിടുത്തെ അമ്മ നിന്നെ സഹിക്കോ നിന്നെ? ഇതിനെയൊക്കെ 10 മാസം ചുമന്ന് പെറ്റത് വെറുതെ ആണല്ലോ എൻ്റെ ഈശ്വര. വെറുതെയാണ്, എനിക്കറിയാം, വെറുതെയാണ്. നീ പറയണ്ട. അല്ല പിന്നെ ഒരു സഹായവും വേണ്ട, അവിടെ ഇരിക്കും. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് വരാൻ. ബാക്കി നിനക്ക് ഞാൻ നിന്റെ മുട്ടുംകാലം ഞാൻ തല്ലിയോടി, ഞാൻ കാണിച്ചു തരാം നിന്നെ. ചേച്ചി, അമ്മ നന്നായി കിട്ടിയല്ലേ? ചെറുതായിട്ടൊന്ന് കിട്ടി. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇതേ ഡയലോഗ് തന്നെ അമ്മ എൻ്റെ അടുത്തും പറഞ്ഞേ. അതെപ്പോ? ചേച്ചി, ഇന്നലെ ഉച്ചയ്ക്ക് നടന്നൊരു സംഭവം ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നലെ ഉച്ചയ്ക്ക് അമ്മ എന്നാ പ്ലേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഡേ, നീ കുറെ നേരം കൊണ്ട് ഫോണിൽ നോക്കി ചിരിച്ചു പോകുന്നുണ്ടല്ലോ. അന്നവിടെ നിന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിന്റെ അടുത്ത്. എടി, നിനക്ക് നാണമുണ്ടോ? 10-22 വയസ്സായില്ലേ? എന്നിട്ട് സ്വന്തം കഴിച്ച പാത്രം നാഞ്ഞു വെക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ അമ്മേ ഇന്ന് ആ പാത്രം കഴുകി വെക്കി. നീ മാത്രമല്ല, നിന്റെ ചേച്ചിയും അങ്ങനെ തന്നെയാ. അവളെൻ്റെ കൈ കിട്ടണ്ടെങ്കിൽ കുറച്ച് അവളുടെ അടുത്തും പറയാനുണ്ട്. അല്ല പിന്നെ വല്ല മര്യാദ ഉണ്ടോ കൊച്ചേ നിനക്ക്? ഉത്തരവാദിത്വം ഉണ്ടോ? 10-22 വയസ്സായില്ലേ? നാളെ മറ്റന്നാ വേറെ എഴുത്തിന്റെ വീട്ടിൽ കയറി ചെല്ലേണ്ട കൊച്ചല്ലേ? നീ ഇതേപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായിയുടെ അടുത്ത് വന്നിട്ട് അടുക്കള ചെന്നിട്ട് അമ്മേ ഇന്ന് ആ പാത്രം കഴുകി വെക്കി എന്ന് പറയും. ഒരു അറ്റ വീക്കാന്ന് നിന്നെ അവിടെ ഇറക്കി വിടും. അല്ല പിന്നെ ഇതിനെയൊക്കെ 10 മാസം ചുമന്ന് വെച്ചത് വെറുതെയാണല്ലോ എൻ്റെ ഈശ്വര. വെറുതെയാണ്, എനിക്കറിയാം, വെറുതെയാണ്. കയറിപ്പോഴത്ത് ഇപ്പൊ ഓർമ്മയുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ. എനിക്ക് തോന്നുന്നതേ എല്ലാ അമ്മമാരുടെയും മെയിൻ ലാംഗ്വേജ് ഇതായിരിക്കും. ഇനി അച്ഛൻ്റെ നോക്കിയാലോ? അച്ഛാ, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലേ? പെട്രോളാണെങ്കിൽ തീർന്നും പോയി. എനിക്കാണെങ്കിൽ അർജൻറ്റായിട്ടൊരു ഫ്രണ്ടിനെ കാണാൻ പോകാണ്ട്. ഒരു 500 കിട്ടുമോ? എടാ കൊച്ചനെ, നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 22 വയസ്സുണ്ടല്ലോ. നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാൻ 2 പിള്ളേരുടെ അച്ഛനായിരുന്നു. നിനക്കറിയാവോ? പിന്നെ നിനക്കൊക്കെ ഈ എങ്ങോട്ടേലും പോണെങ്കിൽ ഈ ബൈക്കും ബുള്ളറ്റൊക്കെ വേണ്ടേ? എന്നാ ഒരു ചിലവ് ഒരു മാസത്തിന്. ഞാനൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെ സ്കൂളിൽ പോയെന്ന് നിനക്കറിയാവോ? മഴ കൊണ്ട് നടന്നിട്ടാണ് ഞാനൊക്കെ സ്കൂളിൽ പോയത്. നിനക്കറിയാവോ? എന്നിട്ട് നിനക്കൊക്കെ എന്നാ ഒരു ചെലവാ. നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? വല്ല ജോലിയുണ്ടോ? ഒരു 500 രൂപയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് കെഞ്ചാൻ നിനക്ക് നാണമുണ്ടോ കൊച്ചേ? വല്ല വാടി നട്ടാ മതിയായിരുന്നു. ചേട്ടാ, ഇതന്നെയല്ലേ അച്ഛൻ ചേട്ടൻ്റെ അടുത്ത് ഇന്നലെയും പറഞ്ഞത്? അതെപ്പോഴാണാവോ? തക്കാളി മേടിച്ചിട്ടാണോ വന്നേ? അതാ മറന്നാ? ഇങ്ങ് തന്നെ നോക്കട്ടെ. ചെക്ക, ഞാൻ നിന്റെ അടുത്ത് കഴിക്കാനാ തക്കാളി മേടിക്കാൻ പറഞ്ഞേ, അല്ലാണ്ട് ദേഷ്യമുള്ളവരുടെ മുഖത്തൊക്കെ എറിയാനല്ല. ഇനിയിപ്പോൾ എറിയാനാണ് നീ മേടിച്ചെങ്കിൽ ഇതിനെക്കാട്ടിയും ചീഞ്ഞ തക്കാളി കിട്ടിയില്ല എൻ്റെ മോനെ. ഒരു സാധനം മേടിക്കാൻ അറിയത്തില്ല ഇത്ര വയസ്സായിട്ട്. എത്ര വയസ്സുണ്ട് നിനക്ക്? നിന്റെ ഈ പ്രായത്തിലുണ്ടല്ലോ ഞാൻ 2 പിള്ളേരുടെ അച്ഛനാ. നിനക്കറിയാവോ?
ഒരു ഉപകാരമല്ല, വല്ല വാഴയും നട്ടാ മതിയായിരുന്നു. ആ ഇപ്പൊ ഓർമ്മ വന്നാ. അപ്പൊ അച്ഛന്മാരുടെ മെയിൻ ലാംഗ്വേജ് ഇതായിരിക്കും അല്ലേ? ഇനി അവസാനത്തത് കുറച്ച് സ്പെഷ്യലാ. കാമുകിമാര് ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ കാമുകനോട് പറയുന്ന അവസാന ലാംഗ്വേജ് അതെല്ലാ കാമുകിമാർക്കും നിർബന്ധ. ആടി മോളെ, നീ ഇവിടെ ഇരിക്കായിരുന്നോ? ഒരു കാര്യം പറഞ്ഞു, നീ എവിടെയൊക്കെ തിരക്കിന്നറിയോ? അതെ, നമുക്കൊരു നല്ല കുടുംബത്തിൽ നിന്ന് ആലോചന വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഏതൊരു കൂട്ടുകാരനാന്നാ കേട്ടെ. നമുക്ക് ആലോചിച്ചാലോ? ആലോചനേ? രാഹുലിന്റെ കാര്യം ഞാൻ എങ്ങനെ ഇവരുടെ അടുത്തൊക്കെ പറയാ? അമ്മ ഇപ്പൊ തന്നെ നമുക്ക് വേണം, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എന്തുവാടി, എപ്പ ആലോചന കൊണ്ടുവന്നാലും നിനക്കൊരു ഒഴിഞ്ഞു മാറ്റം? നിനക്ക് വേറെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ അത് നടത്താന്ന് വിചാരിക്കണ്ട കേട്ടോ. നിന്നെ ഞാൻ വെട്ടി നോക്കി സൂപ്പാക്കി കളയും. മര്യാദക്ക് നീ പെണ്ണ് കാണാൻ നിന്നോളുണ്ട്. അമ്മേ, സൂപ്പാക്കി കളയുന്നു. സൂപ്പാവുന്നതിനെക്കാട്ടി നല്ലത് അവനെ വിളിച്ച് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയണതാ. രാഹുലെ, കഴിച്ചോടാ? അതെ, നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞൂടാ. അതുകൊണ്ടേ നിനക്ക് എന്നെക്കാട്ടി നല്ല നിർത്ത്. ബാക്കി എനിക്കറിയാം. നിനക്ക് എന്നെക്കാട്ടി നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടുമെന്നും എന്നെ നീ മറന്നേക്കുന്നും അതേപോലെ തന്നെ ലെറ്റ്സ് ബ്രേക്കപ്പ് എന്നല്ലേടി നീ പറയാൻ വന്നേ? എങ്ങനെ മനസ്സിലായിന്നാ? ഇതന്നെയാണ് എല്ലാ കാമുകിമാരുടെയും മെയിൻ ലാംഗ്വേജ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവാതിരിക്കുക? അതെ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. എന്നെ തേക്കാന്ന് വല്ല ഉദ്ദേശവും നിനക്കുണ്ടെങ്കിൽ നിന്നെ വെട്ടി നുറുക്കി ഞാൻ സൂപ്പാക്കി കളയും, കേട്ടോടി? വെച്ചിട്ട് പോടി ഇവിടുന്ന്. അവിടെ തേക്കാൻ നടക്കുന്നു. അപ്പം എങ്ങനെ പോയാലും ഞാൻ സൂപ്പായി എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായി. അപ്പം എന്തായാലും അടുത്ത വീഡിയോയുടെ അടുത്തത് കാണാം കേട്ടോ.